ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ യൂണിറ്റ് 2ലെ 3rd ചാപ്റ്റർ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. ഇതിന് മുമ്പുള്ള ഫോറിൻ ലാൻഡ്സ് ആൻഡ് ഡോൾസ് ജേണി ഇതെല്ലാം നമ്മൾ ഓൾറെഡി ചെയ്ത് നമ്മുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്നുള്ളത് ഹെലൻ കെല്ലറിൻ്റെ കഥയാണ്. ഹെലൻ കെല്ലറിനെ എല്ലാവർക്കും അറിയായിരിക്കും. ഇതിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് മലയാളം എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ ഇതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹൗ ഡിഡ് ഹെലൻ ഗെറ്റ് ഹെർ നെയിം? ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹെലൻ എങ്ങനെയാണ് ആ പേര് കിട്ടിയത്? ആൻസർ, initially her father wanted to name her Mildred Campbell after a highly esteemed ancestor, but in the excitement of carrying her to church, her father forgot the name on the way. When the church minister asked him for it, he gave the name Helen Adams. അപ്പോൾ ആദ്യം ഹെലൻ്റെ ഫാദർ ഹെലൻ ഇടാൻ വെച്ച പേരാണ് മിൽഡ്രഡ് ക്യാമ്പൽ എന്നുള്ളത്. ഓക്കെ, പക്ഷേ പെട്ടെന്ന് പേരിടാൻ വേണ്ടി പള്ളിയിലേക്ക് കൊണ്ടുപോണ വഴിക്ക് ആ പേര് മറന്നുപോയി ഫാദറിന്. അപ്പോൾ ചർച്ചിലെത്തി അവർ ചോദിച്ചപ്പോൾ അപ്പോൾ പറഞ്ഞ പേരാണ് എന്ത്? ഹെലൻ ആദംസ് എന്നാണ് അദ്ദേഹത്തിന് പറയാൻ തോന്നിയത്. അപ്പം അങ്ങനെയാണ് ഹെലൻ എന്ന നെയിം ലഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why does Helen say she showed many signs of an eager self-asserting disposition? ആൻസർ നോക്കാം. ഹെലൻ ഷോഡ് മെനി സൈൻസ് ഓഫ് an eager self-asserting disposition when she was still a baby. She insisted upon imitating everything that she saw other people doing. She was curious and proactive, learning to say simple words like how, die and tea before her illness. അസുഖത്തിന് മുമ്പുള്ള കാര്യമാണ് കേട്ടോ. ഹെലൻ കെല്ലറിന് അസുഖം വരുന്നതിന് മുമ്പ് അവർ എങ്ങനെയായിരുന്നു? വളരെ ക്യൂറിയസ് ആയിട്ടുള്ള, ആക്റ്റീവായിട്ടുള്ള, അതിനുശേഷം അങ്ങനെ തന്നെയാണ്, പക്ഷെ അത്രയും ആക്റ്റീവായിട്ടുള്ള, പ്രോ ആയിരുന്നു. എന്തൊക്കെ കാണുന്നു, ആരെയൊക്കെ കാണുന്നു, അതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ച ഒരു കുട്ടിയായിരുന്നു ഹെലൻ കെല്ലർ. Why didn't Helen's happy days last long? എന്തുകൊണ്ടാണ് ഹെലന്റെ സന്തോഷകരമായ ജീവിതം അധികം നീണ്ടു നിൽക്കാതെ പോയത്? പെട്ടെന്ന് അവസാനിച്ചു ഹെലന്റെ ആ സന്തോഷം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാ? Helen Keller's happy days didn't last long because at just 1 year old she was struck by an illness that left her both blind and deaf. അപ്പോൾ ഒരു വയസ്സായപ്പോഴത്തേക്കും തന്നെ അവർക്കൊരു അസുഖം വന്നു. ആ അസുഖത്തോടു കൂടി അവരുടെ കാഴ്ചശക്തിയും കേൾവി ശക്തിയും നഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ട്രാജഡി സ്ട്രക്ക് ഹെലൻ ഇൻ ഫെബ്രുവരി? ഫെബ്രുവരിയിൽ എന്താണ് ഹെലൻ്റെ ലൈഫിൽ ഉണ്ടായ ട്രാജഡി? ഇൻ ഫെബ്രുവരി ഷി വാസ് സ്ട്രക്ക് ബൈ ദ ഇൽനെസ് വിച്ച് ക്ലോസ്ഡ് ബോത്ത് ദ ഐസ് ആൻഡ് ഇയേഴ്സ് ഫോർ എവർ. ആ ഫെബ്രുവരിയിലാണ് അവർക്ക് ആ അസുഖം വരുന്നത്. അതോടുകൂടി അവരുടെ കണ്ണുകളും അവരുടെ കാതുകളും എന്നേക്കുമായി അടഞ്ഞു. അതായത് അവർക്കത് നഷ്ടപ്പെട്ടു, കാണാതെയായി, കേൾക്കാതെയായി. ഓക്കെ. Why were the first 19 months of Helen Keller's life different? ആദ്യത്തെ 19 മാസം അവരുടെ ജീവിതം വ്യത്യസ്തമായിരുന്നു. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് 19 months of Helen Keller's life were different because she could see and hear during that time. She experienced the world through sight and sound and interacted with her surroundings. ജനിച്ച ആദ്യത്തെ 19 മാസം അവർക്ക് കാഴ്ചശക്തിയും കേൾവിശക്തിയും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ഈ ലോകത്തിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും ഒക്കെ. അവരുടെ ചുറ്റുപാടുകളുമായി അവർക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ചേഞ്ച് drastically after she lost her vision and hearing due to illness. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം അവർക്ക് ഈ അസുഖം വന്നതോടുകൂടി അവരുടെ കാഴ്ചയും അവരുടെ കേൾവിയും നഷ്ടപ്പെട്ടു. അത് അങ്ങനെ അവരുടെ ജീവിതം മാറ്റി. ഇതാണ് ഹെലൻ കെല്ലർ കേട്ടോ. ഇവർ USA അലബാമയിലാണ് ജനിച്ചത്. ഇവർക്ക് ജനിച്ച് 19 മാസം ആയപ്പോഴത്തേക്ക് ഇവരുടെ കാഴ്ചശക്തിയും കേൾവി ശക്തിയും ഒക്കെ നഷ്ടപ്പെട്ടു പോയി. ആൻഡ് ഡ്യൂ ടു ആൻ അൺഡയഗ്നോസ്ഡ് ബ്രെയിൻ ഡിസീസ്, ഇവർക്ക് ബ്രെയിനിലായിരുന്നു ഡിസീസ്. ഷി വെന്റ് ഓൺ ടു ബിക്കം ദ ഫസ്റ്റ് ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ ടു ഗ്രാജുവേറ്റ് ഇൻ അമേരിക്ക. അപ്പോൾ ഇങ്ങനെ ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രനിൽ നിന്ന് ഗ്രാജുവേഷൻ അമേരിക്കയിൽ നിന്ന് പൂർത്തിയാക്കിയ ആദ്യത്തെ ആൾ ഇവരാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തല്ല,
ഇൻ ദ കൺട്രി, അവരുടെ കൺട്രിയിൽ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിളിൽ ഇവരും ഒരാളാണ്. ടുഡേ ഹെലൻ കെല്ലർ ഈസ് എ സിമ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ, എൻഡ്യൂറൻസ് ആൻഡ് സ്ട്രഗിൾ. ഇന്ന് അവർ ഒരു ഡിറ്റർമിനേഷൻ്റെ, എൻഡ്യൂറൻസ് ആൻഡ് സ്ട്രഗിൾ അതിൻ്റെയൊക്കെ ഒരു സിമ്പിളാണ്. കാരണം അവർ അത്രയും പോരാടി, ഈ കാഴ്ചശക്തിയും കേൾവിശക്തിയും ഒന്നും ഇല്ലാതെ തന്നെ പോരാടി എന്ത് ചെയ്തിട്ടുണ്ട്, ജീവിച്ചു അല്ലേ. അവരുടെ ഓട്ടോബയോഗ്രഫിയാണ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. അപ്പം നമുക്ക് പഠിക്കാനുള്ളതും അത് ഫുള്ളായിട്ടല്ല, അതിൽ നിന്നൊരു ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മുടെ സ്റ്റോറി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി അവർ തന്നിരിക്കുന്നത്. സ്റ്റോറി ഓഫ് മൈ ലൈഫിൽ അതിൽ അവർ അനുഭവിച്ച സ്ട്രഗിൾസും അവരുടെ സക്സസ്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. ദേവ് ഈസ് ട്രൈങ് ടു ലിസ്റ്റ് ഔട്ട് ദ ഇവൻറ്റ്സ് ഇൻ ദ ഏർലി ലൈഫ് ഓഫ് ഹെലൻ കെല്ലർ, ബട്ട് ഹി ഈസ് നോട്ട് ഏബിൾ ടു പുട്ട് ദം ഇൻ ഓർഡർ. റീഡ് ദ പാസേജ് വൺസ് അഗൈൻ ആൻഡ് ഹെൽപ്പ് ഹിം റൈറ്റ് ദ ഫോളോവിങ് ഇൻ ദ കറക്റ്റ് ഓർഡർ. അപ്പോൾ ഹെലൻ കെല്ലറിൻ്റെ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 6 പോയിന്റ്സ് തന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഡിസോർഡറിലാണ്, തെറ്റായിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ്. നമ്മളിത് ഓർഡറിലാക്കുക. ആദ്യം സംഭവിച്ചത് ആദ്യം, രണ്ടാമത് സംഭവിച്ചത്, അങ്ങനെ ഓർഡറാക്കി എഴുതി നോക്കാം അല്ലേ. ഹെലൻ വാസ് ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി, അതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ, ദർ വാസ് എ ഹീറ്റഡ് ഡിസ്കഷൻ ഓൺ നെയിമിംഗ് ദ ബേബി, സെക്കൻഡ് പോയിന്റ് ആണ്. തേർഡ്, മിൽഡ്രഡ് ക്യാമ്പൽ വാസ് ദ നെയിം സജസ്റ്റഡ് ഫോർ ദ ബേബി. മിൽഡ്രഡ് ക്യാമ്പൽ എന്നുള്ള പേരാണ് ബേബിക്ക് സജസ്റ്റ് ചെയ്തത്. ഹെലൻ ലേൺ ദ വേർഡ് വാട്ടർ ഇൻ ഹർ ഏർലി മന്ത്സ്, ആദ്യത്തെ മാസങ്ങളിൽ, അതായത് ചെറുതാകുമ്പോൾ തന്നെ വാട്ടർ എന്ന വേർഡ് അവർ ലേൺ ചെയ്തു. ഹെലൻ സ്റ്റാർട്ടഡ് വാക്കിംഗ് ദ ഡേ ഷി ബിക്കേം എ ഇയർ ഓൾഡ്, ഒരു വയസ്സായ ദിവസം അവർ നടക്കാൻ ഹെലൻ ആദ്യമായി നടന്നു. ഹെലൻ ഫെൽ ഇൽ, പിന്നീട് ഹെലൻ എന്ത് സംഭവിച്ചു, അസുഖം വന്നു അല്ലേ. അത്രയാണ് ഓർഡറാക്കി എഴുതുമ്പോൾ ഇങ്ങനെയാണ് വരിക കേട്ടോ. Next is choose another suitable title from the options given below for the passage. You may also give one of your own. അപ്പോൾ നമ്മൾക്ക് സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്നാണ് ഇതിൻ്റെ പാഠത്തിൻ്റെ പേര്. നമുക്ക് ഇതിൽ 3 എണ്ണത്തിൽ അവർ ഒരു 3 നെയിം തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഇതിൽ സൂട്ടബിൾ ആയിട്ട് ഉള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ സൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് ഏതാ ചോദിച്ചിട്ടുണ്ട്. അൺഫോൾഡിങ് ഗ്രീഫ് എന്നുള്ളതാണ് സൂട്ടബിൾ നെയിം. ഇനി നിങ്ങളോട് ഈ ഒരു ചാപ്റ്ററിന് ഒരു നല്ല ടൈറ്റിൽ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ടൈറ്റിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേറെ എഴുതാവുന്നതാണ്. The world of dark to lights. The world of dark to lights. അടുത്തത്, some seasons are mentioned in the passage. Write their names and features in the columns given below. അപ്പോൾ നമ്മുടെ സീസൺസും അതിൻ്റെ ഫീച്ചേഴ്സും തന്നിട്ടുണ്ട്. ആദ്യത്തെ സീസൺ സ്പ്രിങ് തന്നിട്ടുണ്ട്. സ്പ്രിങ്ങിൻ്റെ ഫീച്ചർ, the robin and mocking birds sing melodious songs. ഓക്കെ, സമ്മർ ആണെങ്കിൽ blooming roses and fruits. Autumn, golden fruits and shedding leaves. വിൻ്റർ ഇൻ ഫെബ്രുവരി സ്ട്രക്ക് ബൈ ദ ഇൽനെസ്. ഓക്കെ, ആ സീസണിൽ നടന്ന ആ ഇൻസിഡൻസ് ആണ് ഈ ഫീച്ചേഴ്സ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി, ഹൗ മെനി സീസൺസ് ഡു വി ഹാവ് ഇൻ ഇന്ത്യ? കളക്ട് പിക്ചേഴ്സ് ആൻഡ് ഫോട്ടോഗ്രാഫ്സ് ഹൗ നേച്ചർ ലുക്സ് ഇൻ ഡിഫറെൻറ്റ് സീസൺ. ഇന്ത്യയിൽ എത്ര സീസൺസ് ഉണ്ടെന്ന് എഴുതണം. അതിൻ്റെ പിക്ചേഴ്സോ ഫോട്ടോഗ്രാഫ്സോ നിങ്ങളോട് കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കത് നോക്കാം. ഇന്ത്യയിൽ മെയിനായിട്ട് 4 സീസൺസ് ആണ്, സ്പ്രിംഗ്, സമ്മർ, വിൻ്റർ, ഓട്ടം. അതിൻ്റെ പിക്ചറാണ് ഈ തന്നിരിക്കുന്നത് കേട്ടോ. Next activity, imagine you are a news reporter and you have got an opportunity to talk to Helen Keller's mother, Kate Heller. നിങ്ങൾ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ ആണ്. നിങ്ങൾക്ക് ഹെലൻ കെല്ലറിൻ്റെ അമ്മ ആരാണ്, കേറ്റ് കെല്ലറുമായിട്ട് ഒരു അഭിമുഖം നടത്താനുള്ള ഒരു അവസരം ലഭിക്കുകയാണ്. വാട്ട് ക്വസ്റ്റ്യൻസ് വുഡ് യു ലൈക്ക് ടു ആസ്കർ? നിങ്ങൾ എന്തൊക്കെ ക്വസ്റ്റ്യൻ അവരോട് ചോദിക്കും? ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ യുവർ ഫിയേഴ്സ് ആൻഡ് തോട്ട്സ് വെൻ ഹെലൻ വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ഹർ ഇൽനെസ്? അപ്പം നിങ്ങൾക്ക് ഹെലൻ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ തോട്ടും നിങ്ങളുടെ ഭയം, നിങ്ങളുടെ പേടിയും എന്തായിരുന്നു എന്നാണ് ആദ്യ ചോദ്യം. 2, വാട്ട് ഇൻസ്പയർഡ് യു ടു സീക്ക് ഔട്ട് എ ടീച്ചർ ഫോർ ഹെലൻ? അപ്പോൾ ഹെലൻ്റെ അമ്മ ഹെലന് വേണ്ടി ഒരു ടീച്ചറിനെ, അവർക്ക് സ്പെഷ്യൽ കിഡല്ലേ, അപ്പോൾ അവർക്ക് പഠിപ്പിക്കാൻ സ്കൂളിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകാതെ അവർ വീട്ടിൽ വന്ന് അവരെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ടീച്ചറിനെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തിൽ നിന്നാണ് ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 3, ഹൗ ഡിഡ് യു ഫൈൻഡ് ആൻ സള്ളിവൻ? അതാണ് അവരുടെ ടീച്ചർ കേട്ടോ. എങ്ങനെയാണ് ആൻ സള്ളിവനെ കണ്ടുപിടിച്ചത്? 4th ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് മൈൽ സ്റ്റോൺ ഇൻ ഹെലൻസ് ഡെവലപ്മെൻറ്റ്? ഹെലൻ്റെ ഡെവലപ്മെൻറ്റിലെ കല്ലുകൾ, അതായത് ആ ഒരു എങ്ങനെയാണ് അവരിങ്ങനെ ആയി മാറിയത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. 5, വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ടു പാരൻസ് ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ് ടുഡേ? ഇന്ന് ഇതുപോലെ തന്നെ വൈകല്യങ്ങളും ഡിസബിലിറ്റീസും ഉള്ള കുട്ടികളുടെ പാരൻസ് ഉണ്ടാവും അല്ലേ, അവർക്ക് നിങ്ങൾക്ക് എന്ത് ഉപദേശമാണ് കൊടുക്കാനുള്ളത്? അത് 5ാമത്തെ ക്വസ്റ്റ്യൻ.
6. വാട്ട് ആർ ദ ബിഗ്ഗസ്റ്റ് ചലഞ്ചസ് യു ഫേസ് വെൻ റൈസിങ് ആൻഡ് എഡ്യൂക്കേറ്റിംഗ് ഹെലൻ? അപ്പോൾ ഹെലനെ വളർത്തുന്നതിലും പഠിപ്പിക്കുന്നതിലും നിങ്ങൾ അനുഭവിച്ച ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ചലഞ്ച് എന്തായിരുന്നു? എന്തൊക്കെയാണ് നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, ഡിഫിക്കൽട്ടീസ്, അതൊക്കെയാണ് കേട്ടോ അതിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇതാണ് 6 ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഈ 6 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞു, നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ആയി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വേണം, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.